വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? ഓപ്ഷൻ എ, വർക്ക് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓപ്ഷൻ ബി, ടെമ്പറേച്ചർ ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓപ്ഷൻ സി, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് വെൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ആർ സ്പെസിഫൈഡ്. ഓപ്ഷൻ ഡി, വർക്ക് അപ്പിയേഴ്സ് അറ്റ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. വർക്ക് ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആൻഡ് ഒബ്ജക്ട് കവേർഡ്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പാത്ത് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ സ്റ്റേറ്റിനാണ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വർക്ക് ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. വിച്ച് സേസ് ഓപ്ഷൻ എ, വർക്ക് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Next question, spontaneous adsorption of a gas on a solid surface is exothermic process because option A, enthalpy of system increases. Option B, entropy increases. Option C, entropy decreases. Option D, free energy change increases. ഇപ്പോൾ ഒരു ഗ്യാസിന്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അഡ്സോർപ്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണെന്നാണ്. അപ്പൊ അഡ്സോർപ്ഷന്റെ കൂടെ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസും ഡിക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസ് വാല്യൂ നെഗറ്റീവ് ആണ്. ആസ് എ ടോട്ടൽ നമുക്ക് പറയാം ടി ഡെൽറ്റ എസ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് പറയാം. ഇനി ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ജി പ്ലസ് ടി ഡെൽറ്റ എസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് വാല്യൂ എന്താണ്? നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പൊ ഇതൊരു എക്സോതെർമിക് പ്രോസസ് ആവാനായിട്ട് കാരണം സിസ്റ്റത്തില് ഡെൽറ്റ എസ് വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, so option C, entropy decreases ആണ് ഇവിടെ correct answer. Next question, which of the following is zero during adiabatic expansion of the gas? Option A, delta T. Option B, delta S. Option C, delta E. Option D, all of the above. Adiabatic expansion ടൈമിൽ Q, that is heat equal to 0 ആണ് വരുന്നത്. Okay, അപ്പൊ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ്. ആൻഡ് ആസ് എ ഹോൾ ഡെൽറ്റ എസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ഡെൽറ്റ എസ് ആണ് ഇവിടെ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഇൻ വിച്ച് നോ ഹീറ്റ് enters or leaves the system is termed as. ഓപ്ഷൻ എ ഐസോകോറിക്. ഓപ്ഷൻ ബി ഐസോബാറിക്. ഓപ്ഷൻ സി ഐസോതെർമൽ. ഓപ്ഷൻ ഡി അഡിയാബാറ്റിക്. അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ അതിനർത്ഥം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നല്ല, ഇൻടു ഓർ ഔട്ട് ഓഫ് ദ സിസ്റ്റം ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഡിയാബാറ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടെയ്നർ ഹാസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മിക്സ്ചർ ഇൻ റേഷ്യോ ഓഫ് 4:1 by weight. Then option A, internal energy of the mixture decreases. Option B, internal energy of the mixture increases. Option C, entropy of the mixture increases. Option D, entropy of the mixture decreases. എൻട്രോപ്പി ഓഫ് ദ മിക്സർ ഇവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ ഡിസോർഡർ ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഓപ്ഷൻ സി എൻട്രോപ്പി ഓഫ് മിക്സർ ഇൻക്രീസസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സേസ് ദാറ്റ് ഇൻ സൈക്ലിക് പ്രോസസ് ഓപ്ഷൻ എ, വർക്ക് cannot be converted into heat. Option B, heat cannot be converted into work. Option C, work cannot be completely converted into heat. Option D, heat cannot be completely converted into work. ഒരു സൈക്ലിക് പ്രോസസ്സിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബേസ് ചെയ്തിട്ട് ഹീറ്റിനെ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഓപ്ഷൻ ഡി, ഹീറ്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട്സ് വിത്ത് ഹൈ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ആർ ലെസ് സ്റ്റേബിൾ ബിക്കോസ്. Option A, high temperature is required to synthesize them. Option B, molecules of such compounds are distorted. Option C, it is difficult to synthesize them. Option D, energy rich state leads to instability. ഇപ്പൊ ഹൈ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഉള്ള കോമ്പൗണ്ട്സ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനർജി റിച്ച് സ്റ്റേറ്റ് ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, സോ ഓപ്ഷൻ ഡി എനർജി റിച്ച് സ്റ്റേറ്റ് ലീഡ്സ് ടു ഇൻസ്റ്റെബിലിറ്റി ആണ് കറക്റ്റ് ആൻസർ. Next question, when a gas undergoes adiabatic expansion, it gets cooled due to option A, loss of kinetic energy. Option B, fall in temperature. Option C, decrease in velocity. Option D, energy used in doing work. Adiabatic expansion ടൈമിൽ ഗ്യാസ് നമ്മൾ ക്വിക്ലി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അലൗ ചെയ്യാണ്. ഓക്കെ, വർക്ക് എന്ന് പറയുന്നത് is done by the gas ആണ് during the time of expansion.
സോ അവിടെ ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആണ് അല്ലേ. അപ്പം സെയിം സിസ്റ്റത്തിലേക്ക് ഹീറ്റിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് അവിടെ ഫോൾ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഫോൾ ഇൻ ടെമ്പറേച്ചർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A Beckmann thermometer is used to measure option A high temperature, option B low temperature, option C normal temperature, option D all temperature. അപ്പോൾ ബെക്മാൻ തെർമോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ സ്മോളർ ആയിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് നോട്ട് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ വാല്യൂസ്. സോ ഓപ്ഷൻ ബി ലോ ടെമ്പറേച്ചർ ഈസ് കറക്റ്റ് ആൻസർ. Next question. Which of the following does not exhibit zero entropy at absolute zero? Option A benzene, option B glass, option C pyridine, option D CCl4. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഗ്ലാസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ. സോ ഓപ്ഷൻ ബി ഗ്ലാസ് ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് ഐസ് അറ്റ് -10 degrees Celsius is slowly heated and converted into steam at 100 degrees Celsius. Which of the following curves represent the phenomenon qualitatively? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതിന്റെ റീസൺ നമുക്ക് പറയാം. ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഓഫ് ഐസ് -10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹീറ്റ് ആക്സിസിനോട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി 0 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഐസ് ടു വാട്ടർ കൺവേർഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോർഷൻ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ആഫ്റ്റർ ദാറ്റ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ഇതും നമ്മൾ എഗെയിൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ഹീറ്റ് ആക്സിസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് വെച്ചിട്ട് നമ്മൾ വാട്ടർ ടു സ്റ്റീം കൺവേർഷൻ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് എഗെയിൻ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു റെപ്രസെന്റേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എയിലാണ്. Next question. For which of the following processes will energy be absorbed? Option A separating an electron from an electron. Option B separating proton from a proton. Option C separating neutron from neutron. Option D separating electron from neutral atom. അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിനെ ഐസൊലേറ്റഡ് ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ മോളിക്യൂളിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് എത്രമാത്രം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ആണോ ആ ഒരു എനർജിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർലി ഇവിടെ നമ്മൾ ഇലക്ട്രോണിനെയാണ് ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ മോളിക്യൂളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി സെപ്പറേറ്റിംഗ് ആൻ ഇലക്ട്രോൺ ഫ്രം ന്യൂട്രൽ ആറ്റം ആണ് കറക്റ്റ് ആൻസർ. Next question. The enthalpy change in the oxidation of glucose is -2880 kilojoule per mole. 25% of this energy is available for muscular work. If 100 kilojoule of muscular work is needed to walk 1 kilometer, then the maximum distance that a person will be able to walk after eating 120 gram of glucose will be. But energy released by 120 gram of glucose എന്ന് പറയുന്നത് enthalpy change into 120 by 180 moles ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ വാല്യൂ വരുന്നത് 1920 കിലോ ജൂൾസ് ആണ്. ഇനി മസ്കുലർ വർക്കിന് അവൈലബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 25% ഓഫ് എനർജി റിലീസ്ഡ് ആണ്. ദാറ്റ് ഈസ് 25 by 100 into 1920 which is equal to 480 കിലോ ജൂൾ. ഇനി 1 കിലോമീറ്റർ നടക്കാനായിട്ട് 100 കിലോ ജൂൾ ഓഫ് എനർജി വേണമെങ്കിൽ 4.8 കിലോമീറ്റേഴ്സ് നടക്കാനായിട്ട് 480 കിലോ ജൂൾ ഓഫ് എനർജി ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ 4.8 കിലോമീറ്റേഴ്സ് ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഐസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഇൻഫിനിറ്റി, ഓപ്ഷൻ സി 40.45 Kelvin per joule per mole, option D 75.48 joule per Kelvin per mole. Cp equal to delta H by delta T അല്ലെങ്കിൽ H2 minus H1 by delta T. ഇവിടെ ഡെൽറ്റ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വാല്യൂ 0 ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ രണ്ട് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് ലിക്വിഡ് ആൻഡ് സോളിഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇവിടെ 0 ആണ്. ഡെൽറ്റ H by 0 which is equal to ഇൻഫിനിറ്റി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇൻഫിനിറ്റി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. The latent heat of vaporization of a liquid at 500 Kelvin and 1 atmospheric pressure is 10 kilocalorie per mole.
What will be the change in internal energy of 3 moles of liquid at the same temperature? Option A 13 kilocalorie, option B minus 13 kilocalorie, option C 27 kilocalorie, option D minus 27 kilocalorie. ഇവിടെ ഡെൽറ്റ എൻ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഡെൽറ്റ എൻ ഈക്വൽ ടു 3 മൈനസ് 0 3 ആണ് വരുന്നത്. ആൻഡ് ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി ആണ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ 3 ഇൻറ്റു 10 ആണ് മൈനസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എൻ 3 ആണ്, ആറിന്റെ വാല്യൂ ഇവിടെ 500 ടെമ്പറേച്ചർ വാല്യൂ 500 കെൽവിൻ ആണ് ആൻഡ് ആറിന്റെ വാല്യൂ 0.002 ആണ്. ആൻഡ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്താൽ 27 കിലോ കലോറീസ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് യെല്ലോ ഫോസ്ഫറസ് ആൻഡ് റെഡ് ഫോസ്ഫറസ് ആർ minus 9.91 kilojoule and minus 8.78 kilojoule respectively. The heat of transition of yellow phosphorus to red phosphorus is option A minus 18.69 kilojoule, option B 1.13 kilojoule, option C 18.69 kilojoule, option D minus 1.13 kilojoule. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഫോസ്ഫറസിന്റെ ഹീറ്റ് ഓഫ് കമ്പഷൻ വാല്യൂ തന്നിട്ടുണ്ട്. minus 9.91 കിലോജൂളും minus 8.78 കിലോജൂളും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ ഹീറ്റ് ഓഫ് ട്രാൻസിഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് minus 9.91 minus 8.78 ചെയ്താൽ നമുക്ക് minus 1.13 കിലോജൂൾ ആണ് ഹീറ്റ് ഓഫ് ട്രാൻസിഷൻ കിട്ടുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, identify the correct statement regarding a spontaneous process. Option A, exothermic processes are always spontaneous. Option B, lowering of energy in the reaction process is the only criterion for spontaneity. Option C, for a spontaneous process in an isolated system, the change in entropy is positive. Option D, endothermic processes are never spontaneous. For isolated system, spontaneous process change in entropy എന്ന് പറയുന്നത് always positive value ആണ്. So അതാണ് ഇവിടെ correct ആയിട്ടുള്ള statement, option C. Next question, for a reversible process at T equal to 300 Kelvin, the volume is increased from VI equal to 1 liter to VF equal to 10 liter. Calculate delta H if the process is isothermal. Option A 11.47 kilojoule, option B 4.98 kilojoule, option C 0, option D minus 11.47 kilojoule. ഐസോതെർമൽ പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഐസോതെർമൽ പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റേണൽ എനർജി ആൻഡ് ചേഞ്ച് ഇൻ എൻതാൽപ്പി വാല്യൂ അവിടെ 0 ആയിരിക്കും. സോ ഡെൽറ്റ യുവും 0 ആണ്, ഡെൽറ്റ എച്ചും 0 ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ റെഫ്രിജറേറ്റേഴ്സ് ഡോർ ഈസ് ഓപ്പൺഡ് then we get option A room heated, option B room cooled, option C more amount of heat is passed out, ഓപ്ഷൻ ഡി നോ എഫക്റ്റ് ഓൺ റൂം. ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് നോർമലി എയർ ഇൻസൈഡ് ദ ഫ്രിഡ്ജിനെ ടേക്ക് ചെയ്തിട്ട് അതിനെ കൂൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു അവിടെയുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജ് യൂഷ്വലി കൂളിംഗ് എഫക്റ്റ് തരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോർമലി ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള ഒരു ഫാൻ വെച്ചിട്ടാണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. നോർമലി ഒരു ഫ്രിഡ്ജ് റൺ ആവുന്ന ടൈമിൽ അത് ആ ഒരു റൂമിനെ, ഏത് റൂമിലാണോ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് ആ റൂമിനെ വാമപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജിന്റെ ഡോർ ഓപ്പൺ ആക്കി ഇട്ടാലും ഫ്രിഡ്ജ് എന്താണ് ചെയ്യുന്നത്? ആ ഒരു റൂമിനെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് റാദർ ദാൻ കൂളിംഗ് ഇറ്റ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റൂം ഹീറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ ഗിവൺ റിയാക്ഷൻ അറ്റ് 298 Kelvin is minus x joule per mole. If the reaction occurs spontaneously at 298 Kelvin, the entropy change at that temperature. Option A can be negative but numerically larger than x by 298. Option B can be negative but numerically smaller than x by 298. Option C cannot be negative. Option D cannot be positive. ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആയിരിക്കണം ഇൻ കേസ് ഓഫ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ടി ഡെൽറ്റ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എച്ച് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്നാണ് വരുന്നത്. ആൻഡ് ഡെൽറ്റ എസ് നമുക്ക് ഇങ്ങനെ എടുക്കാം, അതായത് മൈനസ് എക്സ് ബൈ 298 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ,
അപ്പോൾ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് മൈനസ് ടി ഡെൽറ്റ എസ് അതും നെഗറ്റീവ് ആണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാൻ ബി നെഗറ്റീവ് ബട്ട് ന്യൂമറിക്കലി സ്മോളർ ദാൻ എക്സ് ബൈ 298. Next question, the spontaneous flow of heat is always option A unidirectional from higher temperature to lower temperature, option B from high to low pressure, option C unidirectional from lower temperature to higher temperature, option D from low to high pressure. അപ്പോൾ ഹീറ്റ് നോർമലി ഫ്ലോ ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇത് സ്പോണ്ടേനിയസ് ആവുന്നത്. സോ ഓപ്ഷൻ എ unidirectional from higher temperature to lower temperature ആണ് correct answer. Next question, the enthalpy change in a reaction does not depend upon option A the state of reactants and products, option B nature of reactants and products, option C different intermediate steps in the reaction, option D initial and final enthalpy of reaction. Enthalpy change എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ അത് ഡിഫറെന്റ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ. ഓക്കെ, so option C different intermediate steps in reaction ആണ് correct answer. Next question, the calorific value of fat is option A less than carbohydrates and protein, option B less than that of protein but more than carbohydrates, option C less than that of carbohydrates and more than that of protein, option D more than that of carbohydrates and protein. അപ്പോൾ ഫാറ്റിന്റെ calorific value 9.45 kilocalorie per gram ആണ്. Then കാർബോഹൈഡ്രേറ്റ്സിന്റെ 4.1 kilocalorie per grams and പ്രോട്ടീൻസിന്റെ 5.65 kilocalorie per gram ആണ്. അപ്പോൾ ഫാറ്റിന്റെ calorific value എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. സോ ഓപ്ഷൻ ഡി മോർ ദാൻ ദാറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡറിംഗ് എൻട്രോപ്പി thermodynamic parameters the criteria for the spontaneity of any process is option A delta S system plus delta S surroundings greater than 0, option B delta S system minus delta S surrounding less than 0, option C delta S system greater than 0, option D delta S surrounding greater than 0. ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്തായിരിക്കണം? ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, the correct relationship between free energy change in a reaction and the corresponding equilibrium constant Kc is option A minus delta G equal to RT ln Kc, option B delta G0 equal to RT ln Kc, option C minus delta G0 equal to RT ln Kc, option D delta G equal to RT ln Kc. The relationship between free energy change in a reaction and the corresponding equilibrium constant Kc എന്ന് പറയുന്നത് minus delta G0 equal to RT ln Kc ആണ്. So option C is the correct answer. അപ്പോൾ ഇത്രയാണ് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന MCQs. താങ്ക് യു.